ചോദ്യകർത്താവായ സ്വഹാബി ചോദിച്ചു, ഉമ്മമൻ അടുത്തതാരോട് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നബിതങ്ങൾ മറുപടി കൊടുത്തു, ഉമ്മൂക്ക അതിൻ്റെ ഉമ്മയെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സ്വഹാബി ഉമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തതാരോടാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ വട്ടവും പറഞ്ഞു, ഉമ്മൂക്ക അതിൻ്റെ ഉമ്മയോടാണ്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തതാരോടാണ്? നാലാമത്തെ വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂക്ക, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പയോടാണ്. 3 വട്ടം ഉമ്മയെ പറഞ്ഞു. 4ാമത്തെ വട്ടം എന്നല്ല, ഉമ്മ കഴിഞ്ഞാൽ തൊട്ടടുത്ത വ്യക്തി ആര്? വാപ്പയാണ്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബന്ധം വാപ്പയാണ്. 3 പ്രാവശ്യം ഉമ്മയെ പറഞ്ഞതിൻ്റെ കാരണമെന്ന് പരമാവസ്ഥാന മവാഹിബുൽ ജലീൽ കോറിയിടുന്നു. മുഹദ്ദിസീങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം, ചുമന്നത് മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് നിന്നെ നൊന്ത് പ്രസവിച്ചത് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയാണ്. 9 മാസം ഗർഭം ചുമന്ന കാരണം കൊണ്ട് തന്നെ ഗർഭധാരണം എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസമുള്ള കാലഘട്ടമാണ്. ഇതിൽ തന്നെ ഉമ്മ, അവർക്കറിയാം, ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്ന വേളയിൽ അവർക്ക് അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇന്നത് കഴിച്ചാൽ കുട്ടി അലസി പോവും, പ്രയാസമാണ്, ഗർഭം അലസി പോവും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷമഗതികൾ. ആ ഗർഭധാരണ വേളയിൽ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും കുട്ടിയെ പരിപൂർണമായി സംരക്ഷിക്കാൻ വേണ്ടി അവർ തയ്യാറാകും. ആ ഒരു പോയിന്റ് കാരണമായിട്ട് 9 മാസം 10 ദിവസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട മാതാവിനെ നീ പ്രത്യേകം പരിഗണിക്കണം. അതിനുവേണ്ടി വിവിധങ്ങൾ പറഞ്ഞു. 1ാമത്തെ വട്ടം ഉമ്മുക്ക നിന്റെ മാതാവിനും. പിന്നെ ഇതിന് 2ാമത്തെ പറഞ്ഞു. ഉമ്മയെ വീണ്ടും പറയാനുള്ള കാരണം അവൾ നൊന്ത് പ്രസവിച്ചതവരാണ്. പ്രസവവേദന എന്ന് പറഞ്ഞ ശാസ്ത്രം എന്ന് പറയുന്നത് 22 എല്ലുകൾ ശരീരത്തിൻ്റെ ഒരു അവയവം ഒരേപോലെ, എല്ലുകൾ ഒരേപോലെ ഒടിയുന്ന വേദനയാണ്. ഒറ്റ സമയത്ത് ഒടിയുന്ന വേദനയാണ്. ഈ സന്ധികൾ മുഴുവൻ ഒടിയുന്ന വേദനയാണ് ഗർഭപ്രസവം എന്ന് പറയുന്നത്. ആ പ്രസവ വേദന നമ്മളൊക്കെ സ്വപ്രസവം പേരിടുമെങ്കിലും അത് എത്ര സുഖമുള്ള കേസല്ല. വളരെയേറെ ബുദ്ധിമുട്ടി അവർ പ്രസവിക്കാം. ശരീരം മുഴുവൻ ഹേമം പിടിച്ച് ബുദ്ധിമുട്ടിയാണ് പ്രസവം നടക്കുന്നത്. പല ഉമ്മമാർക്കും ആ പ്രസവത്തോടുകൂടി തന്നെ ശ്വാസം തൊട്ട് വളരെ ബുദ്ധിമുട്ട്